പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കണ്ണൂർ കാൽടെക്സ് ഉള്ള ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിൽ കൊസ്രാക്കോളുടെ ഇന്നത്തെ അധ്യാപകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഈ കാലഘട്ടത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളാണ് കമ്പ്യൂട്ടറും അതുപോലെ തന്നെ മൊബൈൽ ഫോൺ അല്ലേ. അപ്പോൾ അതിന് ഏറ്റവും ചുരുങ്ങിയ വിലയിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള നല്ല പ്രൊഡക്റ്റ് മാത്രം വിൽപ്പന ചെയ്യുന്ന ചെറിയ കാലം കൊണ്ട് തന്നെ ജനങ്ങളുടെ മനസ്സിൽ വലിയ തലത്തിൽ ഇടനേടാൻ പറ്റിയ ഒരു സ്ഥാപനമാണ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് കൊസ്രാക്കോളുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കൂട്ടമായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇവർ കാര്യമായിട്ട് എന്തോ ഡിസ്കസ് ചെയ്യണം, എന്തോ ചർച്ച ചെയ്യണം തോന്നല്ലോ. ചർച്ചയാണോ? ആരാണ് വിഷയം കൊടുത്തത്? ഇവര് അത് ഡാൻസ് കളിക്കുന്ന അവരുടെ രക്ഷിതാക്കളാണ് ഇവര്. അപ്പൊ ആദ്യം നമുക്ക് ഡാൻസ് കളിക്കുന്നതാണ് പരിചയപ്പെടുന്നത്. നിങ്ങൾ ഇവിടെ ഇരിക്കേ. വാ ഒരുമിച്ച് നിൽക്ക്. യെസ്. എന്താ നിങ്ങളുടെ ട്രൂപ്പിന്റെ പേര്? മണ്ടി ഞാൻ ചോദിക്കാം എല്ലാം കൃത്യമായിട്ട് തള്ളാതെ ആര് തള്ളല്ലേ? കൃത്യം മക്കൾ ഇങ്ങോട്ടോ. ഓക്കെ. എന്താണ് നിങ്ങളുടെ ട്രൂപ്പിന്റെ പേര്? ആദ്യം ഒരാൾ പറ. പ്രണവം കലാമന്ദിർ. എവിടെ സ്ഥലത്ത്? അഴീക്കലാണോ, അഴീക്കോടാണോ, വൻകുളത്ത് വയലാണോ, പൂതപ്പാറക്കാണോ? എവിടെ സത്യം പറ? ഇവർ വരുന്ന അഴീക്കോട്, നിങ്ങൾ വരുന്നത് വൻകുളത്ത് വയൽ. ഓക്കെ. അപ്പൊ ആദ്യം പോകേണ്ട പേര് പറയും. നൈറ്റോ? ഇത് ഡേ അല്ലേ? നൈറ്റിക്. ഞാൻ നൈറ്റ് എന്ന് പറയുന്നു. ഓക്കെ. ഇവിടെ പേര് പറ. സായന്ത് പി. എന്താണ് പി? ശ്രീനന്ദ്. പേര് അച്ചു. അച്ചു ശരിക്കും എന്താണ് പേര്? അക്ഷയാൻ ഷാജി. പിന്നെ അച്ചു അച്ചു എന്ന് വിളിക്കും. ഇവിടെ പേര് അലൻദാസ്. ഇവിടെ പേര് അനന്ത്. ഇവിടെ പേര് അവനിയോബി. ഇവിടെ പേര് ശിവന്യ. ഇവിടെ പേര് അഭിനവ്. ഇഷാൻ ബാബു. ഓക്കെ. ആരാ നിങ്ങൾക്ക് ഡാൻസ് പഠിപ്പിച്ചെന്ന ആളാരാ? ബിജുമാഷല്ലേ? ജിജിമാഷല്ല ബിജുമാഷ. ഏത് പാട്ടിലാണ് ഡാൻസ് കളിക്കുന്നില്ലാരും? രണ്ടെണ്ണം ഉണ്ട്. മിലനെ കിത്ത മന്ന ഹെ, പിന്നെ പ്യാർ ഹൈ രാധ ഹെ, ഓർ കെ ബാദ് ഹെ ജാനം. അതല്ലേ? പിന്നെ ഏതാ പാട്ട്? അപ്പൊ ഞാൻ ഉദ്ദേശിച്ച നമ്മളൊക്കെ തന്നെ. ശരി. അപ്പൊ രണ്ട് സ്റ്റെപ്പ് ഒന്ന് കാണിച്ചേ. സ്റ്റെപ്പ് റെഡി? നീ കാണിച്ചോ. ഡാൻസിന്റെ സ്റ്റെപ്പ്. അപ്പൊ ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കാം. ഉത്തരം പറഞ്ഞാൽ സമ്മാനമുണ്ട്. അടിപൊളി സമ്മാനമുണ്ട്. അപ്പൊ നമ്മുടെ കണ്ണൂർ കാൽടെക്സ് ഉള്ള ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ആണ് നമ്മുടെ പ്രോഗ്രാമിന് സ്പോൺസർ. പരിപാടി ഒരു കൊസ്രാക്കൊള്ളി. ചെറിയൊരു കുസി ചോദ്യം. ഉത്തരം പറയണം. രാവിലെ എല്ലാവരും ഓരോ ഭക്ഷണം കഴിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളുടെ വീട്ടിലെന്തായിരുന്നു ഭക്ഷണം? കറി എന്തായാലും രാവിലെ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചോ? ചിക്കൻ കറി ഇഷ്ടമുള്ളവർ കൈബുക്കിയേ. ചിക്കൻ കറി. ഓക്കെ. പച്ചക്കറി ഇഷ്ടമുള്ള കൈബുക്കിയേ. പച്ചക്കറി. അപ്പൊ ഇവർക്ക് ചിക്കൻ കറിയും പച്ചക്കറിയൊക്കെ ഇഷ്ടമാണ്. എനിക്ക് കൈതാത്തോളൂ. അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കും, വിളിച്ചു പറയുന്നത് ഒരാളോട് പറയാം. അതായത് പല രൂപ ചിക്കൻ കറി നമുക്കറിയാലോ. ഒരു കറി ഉണ്ടാവും, അതിനൊരു ടേസ്റ്റ് ഉണ്ടാവും, സംഭവമൊക്കെ ഉണ്ടാവും അല്ലേ. സാമ്പാറിൽ വെണ്ടക്ക, വഴുതിരിങ്ങ, ഉരുളക്കിഴങ്ങ്, തക്കാളി, പരിപ്പ്, മുരിങ്ങാക്കായ്, പച്ചമുളക് ഉണ്ടോ. ഇതൊക്കെ ഇട്ടാൽ സാമ്പാറായി. ക്യാരറ്റൊക്കെ ഇട്ടാൽ. അപ്പൊ എന്റെ ചോദ്യമാണ് മുരിങ്ങാക്കായ്. അതായത് ചോദ്യം ഇതാണ്: പല രൂപത്തിലും പല നിറത്തിലും പല വലിപ്പത്തിലും പല നിറങ്ങളിലും കാണുന്ന, കൂടുതലായിട്ടും കരരൂപത്തിൽ കാണുന്ന കറി ഏതാണ്? പല രൂപത്തിലും പല വലിപ്പത്തിലും പല നിറത്തിലും പല ടേസ്റ്റിലും പല വിലയിലും കാണുന്ന, കൂടുതലായിട്ടും കരരൂപത്തിൽ കാണുന്ന കറി. സാമ്പാർ കരരൂപല്ലേ, ദ്രാവകരൂപല്ലേ? ചിക്കൻ കറി. നിനക്ക് അതേ ഉള്ളൂ. ചിക്കൻ കറി. സാമ്പാർ. ചിക്കൻ. കാരണം ഇപ്പൊ എല്ലാവരും ചിക്കൻ കഴിച്ചോണ്ട് ചിക്കൻ വിട്ടൊരു പരിപാടിയില്ല. മട്ടൻ, ബീഫ്, പിന്നെ മീന്, വെജിറ്റബിൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കും. ഒന്നുകൂടി പറഞ്ഞ ട്രൂപ്പിന്റെ പേര് പ്രണവം കലാമന്ദിർ, വൻകുളത്തുവയൽ, അഴീക്കോട് അല്ലെ, കണ്ണൂര്. ഓക്കെ. ഇപ്പൊ രണ്ടുപേര് ഇവർ ഇരുന്നിട്ട് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാണ്. നിങ്ങൾ ആരെ പറ്റിയാ സംസാരിക്കുന്നത്? നിങ്ങൾ രണ്ടാളുണ്ടാകുമ്പോൾ എന്തായാലും മൂന്നാമത്തെ ഒരാളെ പറ്റിയായിരിക്കും നമ്മൾ സംസാരിക്കുക. ആരെ പറ്റിയാ? നമുക്ക് പേരെങ്ങനെയാ? നിജിഷ. എവിടെ സ്ഥലം? കുവേരി. അപ്പൊ എന്ത് ചെയ്യുന്നു ഇപ്പൊ?
ഇപ്പൊ ടീച്ചിങ് ആണ്. എവിടെയാ? ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ ഏത് ഭാഷ അവിടുന്ന് പഠിപ്പിക്കുന്നത്? ഇംഗ്ലീഷ്. കന്നഡ ഏതാണ്ടായോ? കന്നഡ കുറവാണ്, ഇംഗ്ലീഷില് ആണ്. കൂടെ താമസിക്കുന്ന ആൾക്കാരൊക്കെ മലയാളീസ് തന്നെയാണോ? മലയാളീസ്. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. പുള്ളിക്കാരൻ അവിടെയാണ് ജോലി ചെയ്യുന്നത്. ആണ്. പുള്ളിക്കാരൻ ഇപ്പം നന്നായിട്ട് കന്നഡ ഒക്കെ പഠിച്ചാണ്. കന്നഡ, ഹിന്ദി. ഹിന്ദിയാണ്. പുള്ളിക്കാരൻ സ്ഥലം എവിടെയാ? തോട്ടട. തോട്ടടയാണ്. നിങ്ങളുടെ പേര്? വീണ. വീണ. സ്വന്തം സ്ഥലം? പൂവേരി. പൂവേരി. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാൻ റോയൽ എൻഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം സ്റ്റോപ്പ് ചെയ്തിട്ട് 2 വീക്കായി സ്റ്റോപ്പ് ചെയ്തിട്ട്. ശരി. അപ്പോൾ ഞാൻ ചെറിയൊരു കാര്യമാണ്. ഉച്ചയ്ക്ക് ഇപ്പം എന്താ കഴിച്ചേ? ഉച്ചക്ക് ഇപ്പം കപ്പയും മീൻകറിയും. അമ്മേ, കേൾക്കുന്നതിന് നാവെന്ന് വെള്ളമാണ്. കപ്പയും മീൻകറിയും. എന്ത് മീൻ എന്തായിരുന്നു? മത്തിയാണോ? അല്ല, കക്ക. കക്ക. കക്ക കറിയും കപ്പയും രണ്ടും കാക്കാണ്. കപ്പയും കക്കയും എന്ന് പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുക. രണ്ടുപേരും അതാണ് കഴിച്ചേ അല്ലേ? കാരണം എത്ര ഇടവേളയ്ക്ക് ശേഷം ഇങ്ങനെ ഒരു ഭക്ഷണം കഴിച്ചത്? ഇടവേളക്ക് ഒരു 3-4 മാസമായി കാണും. കഴിച്ചിട്ട്. ഈ ബാംഗ്ലൂർ ഇങ്ങനത്തെ സംഭവം കിട്ടുമോ? കിട്ടും. മലയാളി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ശരി. അപ്പം എൻ്റെ ചോദ്യമാണ്, ഈ കക്കക്കറി എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ച് ഗ്രേവി ടൈപ്പാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത്? അത് ഫ്രൈ ആയിട്ടാണ്. ഇപ്പോൾ നമുക്കറിയാം ഈ ചില കറികളൊക്കെ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ചിക്കൻ വരട്ടി വെക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ? അതുപോലെ ചിക്കൻ പൊരിക്കുന്ന ആൾക്കാരുണ്ട്, ചിക്കൻ കറിയായിട്ട് ഗ്രേവി ടൈപ്പിലാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യമാണ്, പല നിറത്തിലും പല രൂപത്തിലും പല വലിപ്പത്തിലും പല ടേസ്റ്റിലും കിട്ടുന്ന ഖരരൂപത്തിലുള്ള കറി ഏതാണ്? ഖരരൂപത്തിലുള്ള കറി ഇവിടെ വീണാജി തെറ്റില്ല, അറിയില്ല. അപ്പം എന്തായാലും കാണാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ശരി. 3 ആള് ടിക്കറ്റ് എല്ലാം മേടിച്ചിട്ട് കൂപ്പൺ കൗണ്ടർ. ഇത് എന്തിൻ്റെ കൂപ്പണാണ്? ഈ കുടുംബശ്രീ സ്റ്റാളിലെ ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള കൂപ്പണാണ്. കൂപ്പണാണ്. അപ്പോൾ എത്രയൊക്കെയാണ് കൂപ്പണിൻ്റെ റേറ്റ്? എങ്ങനെയൊക്കെയാണ്? 10 രൂപേൻ്റെ ഉണ്ട്, 20 രൂപയുണ്ട്, 50 ഉണ്ട്, 100 ഉണ്ട്. 10ൻ്റെ എന്താണ്? 10ൻ്റെത് ഉപ്പിലിട്ട മാങ്ങ അങ്ങനെയൊക്കെ. അത് എത്ര വേണം കഴിക്കാം? എത്രയും എടുക്കാം. കൂപ്പൺ എടുക്കാം. പിന്നെ നമ്പർ 20 രൂപയുടെ എന്താ? 20 രൂപേൻ്റെ നമ്മളിപ്പോൾ അവർക്ക് എത്രയാണോ കൂപ്പൺ വേണ്ടത് അതിനനുസരിച്ച് അവർക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അവിടുന്ന് ഇപ്പം 300 രൂപേൻ്റെ കൂപ്പണാണ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 30 രൂപേൻ്റെ സാധനം വാങ്ങിയിട്ടുള്ളൂവെങ്കിൽ അവർക്ക് റിട്ടേൺ അതിന് പൈസ ചില്ലറ കൊടുക്കുന്നത് പോലെ തന്നെ കൂപ്പൺ തിരിച്ചു വരും. പൈസ കൊടുക്കും. ബാലൻസ് ഉണ്ടെങ്കിൽ തിരിച്ചു പോകുന്ന സമയത്ത് കൂപ്പൺ ഇവിടെ തന്നു കഴിഞ്ഞാൽ കൊടുക്കും. അല്ലേ? പേരെങ്ങനെയാണ്? എൻ്റെ പേര് സുഷമ. നിങ്ങളുടെ പേര്? എൻ്റെ പേര് ബീന. നിങ്ങളുടെ പേര്? രമ്യ. പിന്നെ നിങ്ങൾ ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ടാണ്? രണ്ടാൾ പന്നിയൂരും ഒരാൾ വളക്കയാണ്. ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ടാ നിങ്ങൾ? അളിപ്രമ്പ് ബ്ലോക്കിലെ SPP പ്രോജക്റ്റിലെ MEC മൈക്രോ കൺസൾട്ടന്റ് ആളാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഡ്യൂട്ടി ഇട്ടതാണ്. ഇത് കഴിയുന്നവർ ഇവിടെ കാണും. എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? നന്നായി. അടിപൊളി. ശരി. ഭക്ഷണം കഴിച്ചാ? ഇല്ല, ഭക്ഷണം കഴിച്ചില്ല. കഴിക്കണം. സമയമല്ല. എന്ത് എത്ര മണിക്ക് കഴിക്കും? അതാണ് ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഞാൻ ചെറിയ കാര്യമാണ് ചോദിക്കുകയാണ്. ഇപ്പോൾ അവിടെ നമ്മളൊരു സൗകര്യോട് ചോദിച്ചപ്പോൾ അവർ കഴിച്ചത് കപ്പയും കക്കക്കറിയുമാണ് കഴിച്ചത്. അങ്ങനെ പല ടേസ്റ്റുള്ള കറികളും സംഭവമൊക്കെ ഉണ്ടാവും. നിങ്ങൾ രാവിലെ എന്താ കറിയാക്കിയത്? ഞാനോ? പരിപ്പ്. ഞാൻ മമ്പയറിന്റെ കറി. മമ്പയർ കറി. പരിപ്പും ചിക്കനും ഉണ്ട്. പരിപ്പും ചിക്കനുമാ? ചൈനീസ് കുക്ക്. ഞാൻ ആദ്യമായിട്ട് ചിക്കൻ പരിപ്പിട്ട ചിക്കൻ കറി. അതൊരു നല്ല സംഭവം. നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കുഴപ്പമില്ല. അതെ, അപ്പൊ അതൊരു നല്ല സംഭവം കേട്ടോ. പരിപ്പിട്ട ചിക്കൻ കറി ഒന്ന് വെച്ച് നോക്കുക. അടുത്ത ഹാപ്പിനെസ് വെറൈറ്റി ആക്കാം. ഓക്കെ. അപ്പം ഓരോ ആൾക്കാർ ഓരോ കറി വെച്ചിട്ടാണ് രാവിലെ കഴിച്ചിട്ട് വന്നത്. അപ്പോൾ അതൊക്കെ നമ്മളിപ്പം പുട്ടിനൊക്കെ ആണെങ്കിൽ കുറച്ച് ഗ്രേവി ഉണ്ടാകും അല്ലേ? ചപ്പാത്തി പോലെയാണ് കുറച്ചും കൂടി കറി ടൈറ്റ് ആക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യമാണ്, പല രൂപത്തിലും പല വലിപ്പത്തിലും പല നിറത്തിലും പല ടേസ്റ്റിലും കാണുന്ന, കൂടുതലായിട്ടും ഖരരൂപത്തിൽ കാണുന്ന കറി ഏതാണ്? പല നിറത്തിലും പല രൂപത്തിലും പല വലിപ്പത്തിലും കാണുന്ന കറി. പല രൂപത്തിലും പല നിറത്തിലും പല വലിപ്പത്തിലും കാണുന്ന കറി. പച്ചക്കറി. അല്ല, ഇത് ഖരരൂപത്തിൽ കിട്ടിയില്ല. അപ്പം എന്തായാലും ഇവരെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകണം. ഇവരെ പരിചയപ്പെട്ടോണ്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ പരിപ്പിട്ട ചിക്കൻ കറി. അത് ഫേമസ് ആയി. അത് കണ്ടുപിടിച്ചാണ്. പേരെങ്ങനെയാണ്? രമ്യയാണ് കണ്ടുപിടിച്ചത്. പരിപ്പിട്ട ചിക്കൻ കറി. നാളെ ഒന്ന് വെച്ച് നോക്കിയിട്ട് വായിക്കായിരുന്നല്ലേ? ഓക്കെ, കാണാം. വരൂ. പേര് പറ. ഒന്ന് മുഖം കാണട്ടെ.
ഒന്ന് മാറ്റിക്കോളൂ. അശികയുടെ വീട് എവിടെ? ഇരുന്നാവിൽ എവിടെയാ? ഇരുന്നാവ് അവിടെ ഒരു ടാക്കീസ് ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിട്ടില്ലേ? പൊളിച്ചു പോയില്ലേ കേട്ടോ? അത് കണ്ണവരോ? അത് കണ്ണൂരാണ്. ഓക്കെ ഓക്കെ. ആ കണ്ണൂരുള്ള ആ തിയേറ്ററിൽ സിനിമ കാണാൻ പോയത് വല്ല ഓർമ്മയുണ്ടോ? അവിടെ നിന്ന് ലാസ്റ്റ് ഉള്ള സിനിമ എന്താണ്? അത് അടുത്ത് അല്ലേ? കുറച്ചായി. അപ്പൊ നിങ്ങൾ എവിടെ വർക്ക് ചെയ്യുന്നത്? പഠിക്കുന്നത് എവിടെ? കോളേജ്. ഓക്കെ. അപ്പം അതുകൊണ്ട് ഇവിടുത്തെ ഈ പരിപാടി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഫ്രീ ആണ്, വർക്കാണ്. ഇവിടെ എന്താ നിങ്ങളുടെ ഡ്യൂട്ടി? ഇവിടെ അമ്യൂസ്മെന്റ് പാർക്കിൽ എന്താണ്? റൈഡിൻ്റെ അകത്ത് ടിക്കറ്റ് കൗണ്ടറിലിരിക്കാൻ. കയറ്റി വിടുക. അതാണ്. ഓക്കെ. താമസിക്കുന്നത് എവിടെ പറഞ്ഞേ? ഇരുന്നാവ്. നിങ്ങളുടെ പേര്? നന്ദന. നന്ദന. എവിടെ സ്ഥലം? മുയ്യം. നിങ്ങളും അതേ സ്ഥലത്ത് പഠിക്കുകയാണോ? രണ്ടുപേരും. ഭക്ഷണം കഴിച്ചാ? ഇല്ല. കഴിക്കണ്ടേ? വിശക്കുന്നില്ലേ? വിശപ്പുണ്ട്. നന്നായിട്ട് കഴിക്കണം. എന്തായിരിക്കും കഴിക്കുക? എടുത്തെന്തെങ്കിലും ഫുഡുണ്ടോ? ഇവിടെ ഉണ്ടോ? എന്തായിരിക്കും? ബിരിയാണി അങ്ങനെയുള്ള അല്ല, അതാണ് ഇഷ്ടം. അതാണ് ഇഷ്ടം. ഓക്കെ. അപ്പം ചെറിയൊരു ചോദ്യം. രാവിലെ എന്താ കഴിച്ചേ? രാവിലെ ദോശ കറി ചിക്കൻ. എവിടെ നിന്ന്? ഇവിടെ നിന്ന് കഴിച്ചാ? അല്ല, വീട്ടിൽ നിന്ന്. ഓക്കെ. ഇവിടെ എന്താ കഴിച്ചാൽ രാവിലെ? ദോശയും ചട്നി. ചട്നിയാണ്. ഓക്കെ. ഈ ചിക്കൻ കറിയുടെ അത്ര പിന്നെ ദ്രാവകം ഉണ്ടാവില്ല ചട്നീൻ്റെ അകത്ത് അല്ലേ? ചട്നി കുറച്ച് ടൈറ്റാണ് അല്ലേ? ചിക്കൻ കറി കുറച്ച് ഗ്രേവി ടൈപ്പാണ് ആക്കുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യമാണ്, പല വലിപ്പത്തിലും പല നിറത്തിലും പല രൂപത്തിലും കാണുന്ന, കൂടുതലായിട്ട് കരരൂപത്തിൽ കാണുന്ന കറി ഏതാണ്? കാരണം ബിരിയാണി കഴിക്കേണ്ട ആലോചനയുള്ള രണ്ടുപേരും. ഓക്കെ, കാണാം. താങ്ക് യു. അപ്പോൾ നമ്മൾ 4 സഹോദരിമാർ ഇവരിങ്ങനെ എന്തെങ്കിലും കാര്യമായിട്ട് കുശലങ്ങളൊക്കെ പറഞ്ഞിട്ട് റെയ്ഡിൽ കയറാൻ വേണ്ടി നോക്കുക. പക്ഷെ അതൊന്നും വർക്കൗട്ട് ആകാത്തതുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ് അല്ലേ? പേരെങ്ങനെയാണ്? സൂര്യ. എവിടെ സ്ഥലം? ഏഴം. സൂര്യ എന്നറിയപ്പെടുന്നത് നിങ്ങളാണോ? പുള്ളിക്കാരൊക്കെ എന്നെ സംശയം അതാണോ എന്നുള്ളത്. ഓക്കെ. എന്ത് ചെയ്യുന്നു ഇപ്പോൾ? ഏത് കോളേജിൽ? എന്തിനാ പഠിക്കുന്നത്? BC. ഓക്കെ. പേര്? ശിവാനി. സ്ഥലം? തളിപ്പറമ്പിൽ. എവിടെ? കുടിപ്പറമ്പിൽ. അമ്പലത്തിനടുത്ത് തന്നെ. ഓക്കെ. അമ്പലത്തിലെ ഉത്സവം ഏത് മാസമാണ്? ഏപ്രിൽ. എത്ര ദിവസം ഉത്സവം? 4 ദിവസം. ഇപ്പം ചെയ്യുന്ന വർക്ക് ചെയ്യുന്നത്? ഞാൻ നീറ്റ് പഠിക്കുന്നത്. എവിടെ? എൻട്രൻസ് പാലയിൽ ബ്രില്യനിൽ. ഓക്കെ. പേര്? ജിനശ്രീ. ജിനശ്രീ. നായാണോ ഇന്നാണോ? ജിനശ്രീ. ഓക്കെ. സ്ഥലം? പട്ടോ മുസ്തഫ. എൻ്റെ വീട്ടിനടുത്താണോ? അറിയോ? അപ്പോൾ പാട്ടിൻ്റെ ഗായകൻ പട്ടോ മുസ്തഫ കേട്ടില്ല? ഓക്കെ. നിങ്ങളുടെ പേര്? ഗോപിക. എവിടെ സ്ഥലം? ഗോപിക എന്ത് ചെയ്യുന്നു ഇപ്പം? ഞാൻ ഫസ്റ്റ് ഇയർ കോളേജ്. എവിടെ? ഓക്കെ. നിങ്ങൾ? ഞാൻ BSc നഴ്സിംഗിന് മംഗലാപുരം പഠിക്കുന്നു. അപ്പം മംഗലാപുരത്ത് കർണാടക നന്നായിട്ട് അറിയാം? കുറച്ചറിയാം, പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഇപ്പം എത്ര വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ? ഫസ്റ്റ് ഇയർ കയറിയതേ ഉള്ളൂ. ഓക്കെ. ഇപ്പം അവിടെ എന്താണ്, വെക്കേഷൻ ആണോ? ക്രിസ്മസ് വെക്കേഷൻ. അപ്പം ഇനി എപ്പോഴാണ് തിരിച്ചു വന്ന് റിട്ടേൺ? ജനുവരി 1 പുതുവർഷം എങ്ങനെയാണ് ആഘോഷിക്കുന്നത്? പ്ലാനൊന്നുമില്ല. അവിടെ എക്സാം പോയപ്പാട് എക്സാം പോയി തകർക്കും. എക്സാം കഴിഞ്ഞത് തകർക്കും. ചെറിയ ചോദ്യം, ഭക്ഷണം കഴിച്ചാ? കഴിച്ചു. എന്താ കഴിച്ചേ? ഐസ്ക്രീം. ഐസ്ക്രീം. ഉച്ചഭക്ഷണം ഐസ്ക്രീം കഴിച്ചു. കഴിച്ചു. തൽക്കാലം ഒരു ചെറിയൊരു മാറ്റം. രാവിലെയോ? രാവിലെ ദോശ കറി തക്കാളി ചട്നി. അപ്പം അത് ഗ്രേവി അല്ലാത്ത ഒരു. ഓക്കെ. നിങ്ങൾ എന്താ കഴിച്ചേ? ഓർമ്മയില്ലേ? സമയം 2 മണി കഴിയുന്നേ ഉള്ളൂ. രാവിലെ കഴിച്ച ഭക്ഷണം ഓർമ്മയില്ല. എന്താണ് ദോശ? കറി എന്താണ്? ഒന്നുമില്ല. പഞ്ചസാര വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. നിങ്ങൾ? പുട്ടും പഴവും അല്ലേ? പഴവും പുട്ടും. ഓക്കെ. ഇവിടെ ദോശയും ചെറുപയറും. അപ്പോൾ നമ്മൾ ചെറുപയറായി കഴിഞ്ഞാലും പിന്നെ തക്കാളിക്കറി ആയി കഴിഞ്ഞാലും മത്സ്യക്കറി ആയി കഴിഞ്ഞാലും നമ്മൾ കൂടുതലായിട്ടും നമ്മൾ പുട്ടിനൊക്കെ നമ്മൾ കുറച്ച് ഗ്രേവി കൂട്ടിയിട്ടാണ് ഉണ്ടാക്കുക. ഈ ചപ്പാത്തി ദോശയ്ക്കാണെങ്കിൽ ഗ്രേവി കുറച്ചിട്ടാണ് നമ്മൾ കറി വെക്കുന്നത് അല്ലേ? അപ്പോൾ എൻ്റെ ചോദ്യമാണ്, കൂടുതലായിട്ടും അതായത് പല നിറത്തിലും പല വലിപ്പത്തിലും പല നിറത്തിലും പല രൂപത്തിലും പല വെയിറ്റിലും ഉണ്ടാകുന്ന കറി ഏതാണ്? പല നിറത്തിലാണ്, പല രൂപത്തിലാണ്, പല വലിപ്പത്തിലാണ്, പല പേരിലാണ്, പല വെയിറ്റിലാണ്. സാമ്പാർ. ഒരു കോപ്പയിലെടുത്ത് എത്ര കിലോ ഉണ്ടാവും? ഓക്കെ. എന്നാൽ സന്തോഷം. ഓക്കെ. താങ്ക് യു. കാണാം. ഓക്കെ. ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കൊസ്റ്റാക്കോളിയുടെ അധ്യായത്തിലെ നമ്മുടെ അടുത്ത ടീമോട് പരിചയപ്പെടാണ്. നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ഡാൻസ് കളിക്കുന്ന കൂട്ടായിട്ട് രക്ഷിതാക്കളും ഇപ്പോൾ ഉള്ളത്. ഒന്ന് പരിചയപ്പെടാം. പേര്? പ്രീത. സ്ഥലം? അഴീക്കോട്. എവിടെ? പൻകോത്ത്. ഓക്കെ. ഇവിടെ പേര്? അജല. ജലജിയുടെ ആരുമല്ല. സ്ഥലം മയിലാടുത്തടം. വിദ്യ. അഴീക്കൽ. രമ്യ മൂന്നേരത്ത്. ഹൃദ്യ അഴീക്കോട്. വിജി മൂന്നേരത്ത്. ശാലിനി അഴീക്കോട്.
മിനി ചാല്. ബാബിയുടെ പേരെന്താ? അഗ്രജ്. ഓക്കെ. ശാലിനി എൻ്റെ കൂട്ടുകാരി സിനിമ കണ്ടിട്ടുണ്ടായിരുന്നോ? കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ. അവരൊക്കെ വലിയ ആളായി അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ കുട്ടികളുടെ ഡാൻസ് നിങ്ങളെല്ലാവരും മുന്നേ കണ്ടിട്ടുണ്ടാവില്ലേ അല്ലേ? എവിടെ മുന്നേ എവിടെ അവർ അവതരിപ്പിച്ചത്? അവിടെ ഒരുപാട് അമ്പലങ്ങളിൽ ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ ഒരു സ്ഥിരമായിട്ട് പോകുന്ന ട്രൂപ്പായിട്ട് മാറി. പ്രണവം കലാമന്ദിറിൽ പഠിക്കുന്ന കുട്ടികൾ എത്ര ഡാൻസ് കളിക്കാറുണ്ട് ഇവർ? ശരിക്കും ഇവര് ഒരുപാടുണ്ട്, 5-6 പക്ഷെ നിങ്ങൾ കുട്ടികൾ ബിരിയാണി കഴിച്ചു എന്ന് പറയും, നിങ്ങൾ എന്താ കഴിച്ചേ? കാരണം വെച്ചാൽ സംഭവം എന്താ അറിയാം, ഇവർക്കാണ് ബിരിയാണി കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷെ കുട്ടികൾക്ക് കൊടുക്കാൻ ഇവർക്ക് കഴിക്കാൻ കഴിയില്ലെന്ന് അറിഞ്ഞുകൊണ്ട് ആദ്യം കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുത്ത് പിന്നെ കഴിച്ചു. എല്ലാവരും ചിക്കൻ ബിരിയാണി കഴിച്ചേ? അടിപൊളി. വീട്ടുകാരെ വേറെ അറിയില്ലല്ലോ. പുറത്തിറങ്ങി നന്നായിട്ട് ഭക്ഷണം കഴിക്കുക. അപ്പം ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണ്. അതായത് കറികൾ, അതായത് ഏറ്റവും കൂടുതൽ കറി പാചകം ചെയ്യുന്നത് സ്ത്രീകൾ നമുക്കറിയാം അല്ലേ? അതായത് ചിക്കൻ കറിയാലും നിങ്ങൾക്ക് ഏത് കറിയാണ് ഏറ്റവും ടേസ്റ്റ് ആയിട്ട് വെക്കുക? സാമ്പാർ, ചിക്കൻ കറി, സാമ്പാർ, പച്ചക്കറി, പച്ചടി. പച്ചക്കറികൾ. ഏതാ കറി ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കുക? മീൻകറി. ഇവിടെ സാമ്പാർ. ഭൂരിപക്ഷ ആൾക്കാരും സാമ്പാറാണ് നന്നായിട്ട് ഉണ്ടാക്കുക. വേറെ പ്രശ്നമൊന്നുമില്ല. കുറച്ച് കൊത്തന്മാരെ കിട്ടി അങ്ങോട്ട് വെച്ചുകൊടുത്ത് സംഭവിക്കോളും. ചെറിയ ചോദ്യം, അതായത് മീൻകറി ആയാലും സാമ്പാറൊക്കെ ആയിക്കഴിഞ്ഞാൽ ദ്രാവക രൂപത്തിൽ നമ്മൾ കാണുന്നത് അല്ലേ? അതിന് സാമ്പാറിന് അതിൻ്റേതായ നിറമുണ്ട്. മീൻകറിയാണ് തേങ്ങ അരച്ചിട്ടും പിന്നെ അത് മുളകിട്ടാണെങ്കിൽ 2 നിറത്തിലുണ്ടാവും. മല്ലി അരച്ചാൽ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ ചോദ്യമാണ്, പല രൂപത്തിലും പല വലിപ്പത്തിലും പല നിറത്തിലും പല വിലയിലും കിട്ടുന്ന ഖരരൂപത്തിലുള്ള കറി ഏതാണ്? ബേക്കറിയാണോ? ബേക്കറി. ബേക്കറി 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 ഓർമ്മ വരുന്നുള്ളൂ. അതേ ഓർമ്മ വരുന്നുള്ളൂ. അത് ഖരരൂപത്തിലാണ് കാണുന്നത്. പലതരത്തിൽ ബേക്കറി പല ടൈപ്പ് ഉണ്ടാവും. പല വലിപ്പത്തിലും പല ടൈപ്പ് പല രൂപത്തിലും. രൂപത്തിലുണ്ടാവും. ഇതാരാ പറഞ്ഞു തന്നെ? ആരും പറഞ്ഞിട്ടില്ല. ആരും പറഞ്ഞില്ല. ആരും പറഞ്ഞു. ഇവർ തന്നെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും അതായത് പല രൂപത്തിലും കാണുന്ന കറി ഏതാണെന്ന് ഇവർ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് അണിയിച്ചൊരുക്കുന്ന കൊസ്രാക്കുള്ളി പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ അധ്യായത്തിൽ നമ്മുടെ ചോദ്യമായിരുന്നു, പല രൂപത്തിലും പല വലിപ്പത്തിലും പല നിറത്തിലും പല രുചിയിലും പല വെയിറ്റിലും കാണുന്ന കറി ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഒരുപാടൊക്കെ ചിക്കൻ കറി എന്നൊക്കെ പറഞ്ഞ് അവസാനം നമ്മുടെ ചേച്ചിമാർ കണ്ടുപിടിച്ചു. ഉത്തരം ബേക്കറിയാണ്. ബേക്കറി എന്ന് പറഞ്ഞ കറി പല രൂപത്തിലും കാണും, പല വലിപ്പത്തിലും കാണും, പല നിറത്തിലും കാണും, പല ഭാരത്തിലും കാണും, പല രൂപത്തിലും കാണും, ഒക്കെ കാണുന്ന ബേക്കറിയാണ്. ഉത്തരം പറഞ്ഞ നമ്മുടെ ടീമാണ്. അതായത് എന്താ ടീമിന്റെ പേര്? പ്രണവം കലാമന്ദിർ, പൻകുളത്തുവയൽ, അഴീക്കോട്, കണ്ണൂർ, കേരള, ഇന്ത്യ. ദേശീയ തലത്തിലുള്ള. അപ്പോൾ അവർക്കുള്ള സമ്മാനമാണ് കൊടുക്കുന്നത്. നമ്മുടെ ഇമേജ് മൊബൈൽസ് നൽകുന്ന ഒരു ചെറിയൊരു സമ്മാനമുണ്ട്. സൂക്ഷിക്കണേ. ഇതാരാ അവിടേക്ക് ഒരു സമ്മാനം. ഇത് നമ്മുടെ പിന്നെ ബാഗ് നൽകുന്ന മറ്റൊരു സമ്മാനം. ഇത് രണ്ടും എല്ലാവർക്കും മാറി മാറി ഉപയോഗിക്കണേ. അപ്പം അവിടെ നോക്കിയിട്ട് പറഞ്ഞ എല്ലാവരും എന്തോ എങ്ങനെ മാറി മാറി ഉപയോഗിക്കണേ. കാണാം. ഓക്കെ. അപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് കണ്ണൂർ അണിച്ചൊരുന്ന കൊസ്രാക്കുള്ളി എന്ന പ്രോഗ്രാമിന്റെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുകയാണ്. പുതിയ ചോദ്യമായിട്ട് വീണ്ടും നമ്മൾ അടുത്ത കാണാം. ഗുഡ് ബൈ.